എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജസിൽ 35 വർഷത്തോളം ഒരു അധ്യാപികയായും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിന്റെ ഹെഡായും സേവനമനുഷ്ഠിച്ച് അടുത്തയിടെ ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചു. അധിക മുഖവരകളൊന്നുമില്ലാതെ സെഷനിലേക്ക് കടക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരന് ബൈബിളിലെ ചില വിഷയങ്ങൾ നന്നായി മനസ്സിലാകുകയും എന്നാൽ അതോടൊപ്പം ചില സംശയങ്ങൾ മനസ്സിൽ ഉദിക്കുകയും ചെയ്യാറുണ്ട്. ക്രിസ്ത്യൻ എലീറ്റ് എന്ന ഈ ചാനലിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരുവാൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് ക്വസ്റ്റൻ ആൻസർ സെഷൻ സർ. പ്രശസ്ത ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ അദ്ദേഹത്തിന്റെ പല വീഡിയോസും നിങ്ങൾ ഇതിനോടകം കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. കേൾവിക്കാരുടെ സംശയങ്ങൾക്ക് ആധികാരികമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ മറുപടി തരും എന്ന പ്രതീക്ഷയോടെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കുന്നു. സർ, താങ്കളുടെ വീഡിയോകളിൽ തിരുവചന സത്യങ്ങളെ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ വിശദീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഒരു സാധാരണ വിശ്വാസി മനസ്സിലാക്കിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ഒരു അന്തരം അഥവാ ഗ്യാപ്പ് സാറിന്റെ വിശദീകരണങ്ങളിൽ കാണുന്നു. വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നോളജ് ഗ്യാപ്പ് അഥവാ വിടവ് ഒന്ന് നികത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് നികത്തേണ്ടത്? First of all, thank you, Dr. Mom, for coming and asking me the questions. ഈ ചാനലിൽ വന്ന് എന്നോട് ചോദിച്ചതിന് വളരെ നന്ദി. ഇനി നമുക്ക് മാം ചോദിച്ച കാര്യങ്ങളൊന്ന് അഡ്രസ്സ് ചെയ്യാം. നമ്മുടെ ബൈബിൾ നോളജും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ആ നോളജിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ? ആ നോളജിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. അപ്പം ഗ്യാപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് നികത്തേണ്ടതാണോ, അതോ അതങ്ങനെ ഇരുന്നേച്ചാൽ മതിയോ, അതങ്ങ് നികത്തേണ്ടതാണോ? അത് ഈ ബൈബിൾ വായനക്കാർ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളിൽ നിന്ന് ആ റെസ്പോൺസ് ഉണ്ടാകേണ്ടത്. ഞാനിപ്പോൾ അവരോട് നിങ്ങളുടെ നോളജ് ഗ്യാപ്പ് ലെവലെല്ലാം നിവർത്തിക്ക് പോകണം എന്ന് ആജ്ഞാപിക്കാൻ ഞാൻ ആരുമല്ല. മറിച്ച് ഇത് കേൾക്കുന്ന ആളെ തീരുമാനിക്കേണ്ടത് എൻ്റെ നോളജ് കറക്റ്റ് ചെയ്യണോ വേണ്ട എന്ന്. നമുക്ക് വേദപുസ്തക അറിവ് നമുക്ക് ലഭിക്കുന്നത് പല സോഴ്സസിൽ നിന്നാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നോളജും അതിൻ്റെ പെർഫെക്റ്റ് ലെവലല്ല നമുക്ക് ആദ്യം കിട്ടുന്നത്. നോ നോളജ് കംസ് ടു അസ് ഇൻ ഇസ് പെർഫെക്റ്റ് ലെവൽ. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോൾ രാവിലെ കാണുന്ന സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണ്. അപ്പോൾ അമ്മ അപ്പനും പറഞ്ഞു കൊടുക്കും, സൂര്യൻ കിഴക്ക് ഉദിച്ചു പടിഞ്ഞാറ് അസ്തമിച്ചു. അത് റോങ് നോളജാണ്. കാര്യം സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നില്ല, അതവിടെ നിൽക്കുക. നമ്മുടെ ഭൂമി കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുക. അപ്പം ഒരാൾക്ക് ആ പ്രൈമറി നോളജിൽ തന്നെ എല്ലാ കാലവും നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ല റിയൽ നോളജൊക്കെ വരണമെങ്കിൽ വരികയും ചെയ്യാം. ഇതുപോലാണ് ബൈബിൾ നോളജും. ബൈബിൾ നോളജ് ആദ്യം നമുക്ക് വരുന്ന കേട്ടറിവിൽ നിന്നാണ്. ആളുകൾ പറഞ്ഞ് കേൾക്കുന്ന അറിവാണ് ആദ്യത്തേത്. അപ്പോൾ രണ്ടാമത്തേതാണ് നമ്മുടെ വായിച്ചുള്ള അറിവെന്ന് പറയുന്നത്. മൂന്നാമത്തെ അറിവ് സ്റ്റഡീസിൽ നിന്നാണ്, പ്രൊഫൗണ്ട് സ്റ്റഡീസിൽ നിന്ന് വരുന്ന നോളജാണ്. ഇടയ്ക്ക് മാമൻ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യാമേ. എന്തെങ്കിലും കാര്യത്തിൽ ഇൻറ്ററപ്റ്റ് ചെയ്യണമെന്നുണ്ട് കൈ കാണിച്ച് നിർത്താം, അല്ലെ അങ്ങ് ഈ വൺ വേ ട്രാഫിക് പോലെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം വെസ്റ്റേൺ വേൾഡിലും അതുമൂലം ഇവിടുന്ന് വന്നുകൊണ്ട് ഇന്ത്യയിലും പരക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയില്ല ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടു. ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ എനിവേ. ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. ഒരു കണ്ടീഷൻസും ഇല്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവം. ഇത് ശരിയാണോ? വിശുദ്ധ വേദപുസ്തകം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ നോളജ് എവിടെ നിന്നാണ് വന്നത്? ഞാൻ ലണ്ടനിൽ താമസിക്കുന്ന
ഹീത്രോ എയർപോർട്ടിനടുത്താണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വെസ്റ്റ് ലണ്ടനിൽ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് ലണ്ടൻ്റെ അതർ എൻഡിൽ രണ്ട് മഹാഭാവികളായ സാഹിബ്മാരുണ്ടായിരുന്നു. മീൻസ് അവർ ഹോമോസെക്സ്വൽസ് ആണ്. അവർ ആണും കൂടെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുക, മക്കളില്ല. അപ്പോൾ ഇവർ സ്റ്റേറ്റ്സിൽ പോയി ഒരു സ്ട്രീറ്റ് വുമണിനെ കണ്ടുപിടിച്ചു. അവരുമായിട്ട് ഒരു സെറോഗേഷൻ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക, എടുത്തിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് അവരിവിടെ വന്നു. ഈ പിന്നെ അപ്പനും അമ്മയും എന്ന് പറഞ്ഞ് രണ്ടാണുങ്ങൾ കൂടി വളർത്തുക. ഈ കുഞ്ഞ് വളരെ അൺഹാപ്പി ആയിരിക്കുന്നുണ്ട്. വിചാരിച്ചു ഒരു കുഞ്ഞൂറുണ്ടെങ്കിൽ ഇത് ഹാപ്പി ആവുമെന്ന്. ഇവർ പോയി വീണ്ടും അമേരിക്കയിൽ പോയി ഒരു സ്ട്രീറ്റ് ലേഡിയെ കണ്ടു, ഒരു സെറഗേഷൻ നടത്തി, വീണ്ടും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളായി. ഇവർക്കൊരാഗ്രഹം, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ക്രിസൻ ചെയ്താലോ, ഒന്ന് ജ്ഞാനസ്നാനം നടത്തി പള്ളി കൊണ്ട് പേരൊക്കെ ഇട്ട് ക്രിസ്ത്യാനികളാക്കിയാലോ. അങ്ങനെ ചേർച്ചിൽ കൊണ്ടുവരും. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ആ ലോക്കൽ ചർച്ചിൽ കൊണ്ടിരുന്നു. അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ രണ്ടും പാപത്തിൽ ജീവിക്കുന്നവരാ അല്ലേ, സ്വർഗ വിവാഹത്തിൽ ജീവിക്കുന്നവരാ. ഈ മഹാഭാവികളായ നിങ്ങളുടെ ഈ കുഞ്ഞിനെ സ്നാനപ്പെടുത്തി വളർത്താൻ തരിക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനോട് ഈ പാവികൾ പറഞ്ഞു, ബട്ട് ഫാദർ, ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. ദൈവസ്നേഹം അൺകണ്ടീഷണലാണ്. അച്ഛൻ കുറച്ചു നേരം ആലോചിച്ച്, ശരിയായിരിക്കും, പുള്ളി ബൈബിളിൽ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അപ്പം ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇതങ്ങ് സ്പ്രെഡായി ഈ ഒരു സെയിങ്, ഏത് ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. ഗോഡ്സ് ലവ് അൺകണ്ടീഷണൽ ആണോ? ഗോഡ്സ് ലവ് അൺകണ്ടീഷണൽ അല്ല. ഗോഡ്സ് ലവ് അൺകണ്ടീഷണൽ അല്ല. ഇനി നമ്മൾ പാടുന്ന ഒരുപാട് പാട്ടുകൾ, നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും പാടുന്ന പാട്ടുകൾ, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണ് പാടുന്ന പാട്ടുകൾ. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ പോപ്പുലറായ ഒരു ഇംഗ്ലീഷ് സോങ് നോക്കാമേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ ഒരു കുഞ്ഞ് നല്ല അങ്ങനെ ഈ ലയിച്ച് പാടുക കേട്ടോ. പാട്ടിതാണ്, ബ്ലെസ് ദ ലോർഡ് ഓ മൈ സോൾ, ഓ മൈ സോൾ. അത് കേട്ടാൽ ആരുടെ ഹൃദയമാണ് ലയിക്കാത്തത്? നമ്മളെല്ലാം ലയിച്ചിരിക്കുക. ഞാനത് ഒരു കുഞ്ഞായി, നമ്മൾ എന്തോ മനസ്സിലാക്കി ഇത് പാടിയത്. ബ്ലെസ് ദ ലോർഡ് ഓ മൈ സോൾ, മൈ സോൾ യു ബ്ലെസ് ഗോഡ്. നടക്കുന്ന കാര്യമാണോ? കാരണം ബൈബിൾ പറഞ്ഞേക്കുന്നത് താഴ്ന്നവൻ ഉയർന്നവനെയല്ല, ഉയർന്നവൻ താഴ്ന്നവനെയാണ് അനുഗ്രഹിക്കേണ്ടത്. സോ ഹൂ ഷാൽ ബ്ലെസ് ഹും? ഗോഡ് ഷാൽ ബ്ലെസ് അസ്. വി കനോട്ട് ബ്ലെസ് ഗോഡ് അല്ലേ? സിമ്പിൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ വെക്കാബുലറിയിലോ, ഓ ലോർഡ് വി ബ്ലെസ് യു, ജീസസ് വി ബ്ലെസ് യു, ഹോളി സ്പിരിറ്റ് വി ബ്ലെസ് യു. എന്താ മനസ്സിലായിക്കൊണ്ടാ? ഇനി കേട്ടോണേ, ഇതങ്ങോട്ട് യെസ് യെസ് യെസ്. എന്നുള്ളത് 103 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാട്ടല്ലേ അത്? അതിന്റെ മീനിങ് അപ്പൊ തെറ്റാണെന്നാണ് സാർ പറയുന്നത്? That's the right question you asked. Thank you. I'm coming to that. അപ്പോ ഈ 103 സങ്കീർത്തനത്തിന്റെ ബേസ്ഡ് ആയ പാട്ട് കുഞ്ഞ് പാടുന്നു. കുഞ്ഞിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. ഞാൻ 103 സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പറയാൻ പോവാം. ഇനി ഈ പ്രൈസ് ആൻഡ് വർഷിപ്പേഴ്സ് ഒക്കെയാണോ, ഓ ഫാദർ വി ലിഫ്റ്റ് യു, ഫാദർ, ഓ വി ലിഫ്റ്റ് യു. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത്? ഈ ഫാദർ ഈ എന്നെപ്പോ, ഞാനൊരു തളർന്നിരിക്കുന്ന മനുഷ്യനാണല്ലോ, ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇന്നിറങ്ങിയല്ലേ, അതുപോലെ ഫാദറിനോടത്ത് തളർന്ന് കിടക്കുക. ഇവരുടെ ടീം വേണം ഈ ഫാദറിനെ ലിഫ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുപോകാനും തോന്നുന്നു. അപ്പോൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ഇവരെന്തുമായി പാടുന്നത്? ആൻസർ യുവർ ക്വസ്റ്റ്യൻ. 103 സങ്കീർത്തനം അത് മലയാളത്തിലല്ല എഴുതിയത്, ഇംഗ്ലീഷിലുമല്ല, ഗ്രീക്കിലുമല്ല,
കാരണം എഴുതിയ എഴുത്തുകാരൻ കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്, ഇന്നേക്ക് 3000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആള്. തൻ്റെ മദർ ടങ്കായ ഒറിജിനൽ ഹീബ്രു ലാംഗ്വേജിൽ, യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലിഷോൻ ഹാ ഖദോഷ്, ഹോളി ലാംഗ്വേജ്, അതിൽ എഴുതിയതാണ്. ദാവീദ് എന്താ എഴുതിയത്? ബരാഖി നഫ്സി യത് അഡനായി വെഖാൽ കരബൈ യത് ഷം ഖദശോ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കത്തോളം കാലം നമ്മളിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ പോവാം. ബരാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടാണ്, കാരണം നീ. ബരഖ് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുക. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ ഒരാൾക്ക് എന്താ ലഭിക്കുന്നത്? അതിനാണ് ബ്രാഖ എന്ന് പറയുന്നത്. ബ്രാഖ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ എന്നാണ്. ഇവിടെ ദാവീദ് പറഞ്ഞത് ബരഖീ. ബരഖീ എന്നുള്ളത് ഒരു കൽപ്പനയാണ്, ആജ്ഞയാണ്. എന്തിനുള്ള ആജ്ഞ? മുട്ടുകുത്താൻ കൽപ്പിക്കുകയാണ്. യു ബെറ്റർ നീൽ ഡൗൺ. നീ മര്യാദയ്ക്ക് മുട്ടുകുത്താൻ. ആരോട് കൽപ്പിക്കുന്നു? ബരഖി നഫ്സി. നഫ്സി, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ, എൻ്റെ പ്രാണൻ, എൻ്റെ ഹൃദയം, ഞാൻ. ഒരാൾ തന്നോട് തന്നെ കൽപ്പിക്കുക. ദാവീദ് രാജാവ് തന്നോട് കൽപ്പിക്കുക. എന്തോ കൽപ്പിക്കുക? മുട്ടുകുത്താൻ. ബരഖി, മുട്ടുകുത്ത്. നഫ്സി, എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണനെ. എവിടെ മുട്ടുകുത്താൻ? യറ്റ് അഡനായി, ഉന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുട്ടുകുത്ത്. നമ്മളത് പഠിച്ചില്ല. മലയാളം ചേർച്ചസിലാണ് ഈ സങ്കീർത്തന വായനയുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ഇത് വായിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് ശക്തിയായിട്ട് 2 പ്രാവശ്യം പറയും. ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല എന്തുവാ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പിന്നെ 3ാമത്തെ വാഴ്ത്തലിന് മേശയ്ക്ക് ഒരു അടി കൊടുക്കും. അതെന്തോ എന്ന് എനിക്കറിയത്തില്ല. അടുത്ത 4ാമത്തെ വാഴ്ത്തുമ്പോഴത്തേക്ക് കാലിട്ട് 2 ചവിട്ടി ഓട്ടും. ചിലപ്പം കസേര ഓടുന്ന് പറഞ്ഞു. 5ാമത്തെ വാഴ്ത്തിന് ചിലപ്പോൾ മൈക്ക് പിടിച്ച് ഓടിച്ചു കളയും. പിന്നെ നിന്നൊന്ന് കറങ്ങി എൻ മനം യഹോവയെ വാഴ്ത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പം എവിടെയാ ആ നോളജ് ഗ്യാപ്പ് ഉണ്ടായത്? വിശുദ്ധ തിരുവെഴുത്തെന്ന് പറഞ്ഞിരിക്കുന്നുവെന്നും നമ്മളുടെ കയ്യിൽ കിട്ടിയ ആ ട്രാൻസ്ലേറ്റഡ് വേർഷനിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നുള്ള കാര്യം ഇത് 2ഉം 2ആണ്. പലപ്പോഴും ഐ ഡോണ്ട് സേ ദ ഹോൾ ബൈബിൾ. പലപ്പോഴും തിരുവെഴുത്ത് പറഞ്ഞതും നമ്മൾക്ക് ട്രാൻസ്ലേഷൻ വഴി കിട്ടിയതും ഇത് 2ഉം 2ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരുന്ന ഏറ്റവും നല്ല ബൈബിൾ അധ്യാപകൻ, സംശയമില്ല. തൻ്റെ മിനിസ്ട്രിയുടെ 65% ടീച്ചിങ് ആയിരുന്നു. ബാക്കി 35% ഉള്ളൂ. മിറക്കിൾസും പ്രസംഗവും യാത്രയും എല്ലാം കൂടെ 35% ഉള്ളൂ. അപ്പം കർത്താവ് തിരുവെഴുത്ത് എങ്ങനെയാണ് പഠിപ്പിച്ചത്? തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ കർത്താവ് 4 കാര്യങ്ങളാണ് അതിൻ്റെ ബേസിസ് ആയിട്ട് കണ്ടതാണ്. ഒന്നാമത്തെ കാര്യം ചോദിക്കുന്നു, വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ബിഗിനിങ്? ആദിയിൽ എങ്ങനെയായിരുന്നു? 2, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു? അവിടെ എന്ത് എഴുതിയിരിക്കുന്നു? 3, തിരുവെഴുത്ത് എന്ത് പറയുന്നു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഏത്? അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ത് പറയുന്നല്ല, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ത് പറയുന്നുള്ളൂ. പിന്നെ തിരുവെഴുത്ത് എന്ത് പറയുന്നു? 4ാമത്തെ കാര്യം, നീ എന്ത് വായിക്കുന്നു? നീ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നുള്ളതല്ല. ഒരാൾക്കൊരു കാര്യം കണ്ടപ്പം അയാൾക്ക് പല കാര്യങ്ങൾ മനസ്സിലായി. ഈ മനസ്സിലായത് ഒന്നും അതിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിനക്കെന്ത് മനസ്സിലായി എന്നുള്ളതല്ല തിരുവെഴുത്ത്
വ്യാഖ്യാനിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. 2, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്കറിയാനിടയായിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ, എൻ്റെ പൊന്നു കുഞ്ഞ്, നിനക്കൊന്നും മനസ്സിലായില്ല, നിനക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ഈ ഇംഗ്ലീഷ് അധ്യാപകർക്ക് ഒരു പറച്ചിലുണ്ട് കേട്ടോ. ഐ വാസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് ഫോർ മെനി ഇയേഴ്സ്. അങ്ങനെ, ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് നോട്ട് ദാറ്റ് ഹി നോസ് നോട്ട് ഈസ് എ ഫൂൾ, ലീവ് ഹിം. ഒരാൾക്കൊന്നും അറിയത്തില്ല. പ്രോബ്ലം അവിടെ അല്ലേ? അറിയത്തില്ല എന്നുള്ള കാര്യവും അറിയത്തില്ല. നമ്മൾ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നീ മനസ്സിലാക്കിയിരിക്കുന്നത് പറയാനല്ല നീ പ്രസംഗിക്കാൻ വന്നത്. ഞാൻ എൻ്റെ ധാരണ, ഞാൻ വിശ്വസിക്കുന്നത്, നിനക്ക് എന്തും വിശ്വസിക്കാം. കർത്താവ് എന്താ പറഞ്ഞത്? നീ എന്ത് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു യാർഡ്സ്റ്റിക്ക് എടുത്തിട്ട് കർത്താവ് പറഞ്ഞ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ തിരുവെഴുത്ത് കൊണ്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഡോക്ടർ മാമനോട് ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, 103 സങ്കീർത്തനത്തിൽ ശരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്? 103 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാകാഞ്ഞതുകൊണ്ട് നമ്മൾ എത്ര നൂറ്റാണ്ടായി ഈ സങ്കീർത്തനം എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സഭായത്തിൽ നമ്മുടെ ഈ സങ്കീർത്തനം പ്രസംഗിച്ച് കേട്ട് നമ്മൾ ഒരു പരുവമായി, കേൾക്കുന്നവരും ഒരു പരുവമായി. അപ്പം നെക്സ്റ്റ് ജനറേഷൻ പിള്ളേർ വന്നപ്പം അവർക്ക് ഇത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ആം ഐ റൈറ്റ്? അല്ലേ? നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി നമുക്ക്, ഞാൻ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു 1-2 എക്സാമ്പിൾസ് കൂടെ പറഞ്ഞ് നമ്മുടെ ഈ ടൈം ഗ്യാപ്പിനുള്ളിൽ കാര്യം നിർത്താം. നമ്മൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി പഠിക്കുമ്പോൾ, ഇപ്പം അതിനിടയ്ക്ക് ഞാൻ പറയാൻ ഒരു കാര്യം മറന്നുപോയി. വൈ ഐ ടീച്ച് ഡിഫറൻ്റ്ലി എന്നുള്ളത്, വൈ ഐ ടീച്ച് ഡിഫറൻ്റ്ലി എന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ വിശുദ്ധ തിരുവെഴുത്തുകൾ അത് എഴുതിയ ഭാഷയിൽ, എഴുതിയ പശ്ചാത്തലത്തിൽ, അതിൻ്റെ റിയൽ കോണ്ടെക്സ്റ്റിൽ തിരുവെഴുത്ത് പൊരുൾ തിരിക്കുന്നതേ ഉള്ളൂ, വ്യാഖ്യാനിക്കുന്നില്ല. അതിൻ്റെ റോൾ മോഡൽ പറഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു. എന്നിട്ട് എന്തായത്? തിരുവെഴുത്തുകളെ അവർക്ക് പൊരുൾ തിരിച്ചു കൊണ്ടിരുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ എൻ്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കൂ? കർത്താവ് തിരുവെഴുത്തുകളെ പൊരുൾ തിരിച്ചു. അപ്പൊ അവർക്കെന്താ സംഭവിച്ചത്? ഉറങ്ങി തൂങ്ങി നാശമായല്ലേ? അല്ല, അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ ഇങ്ങനെ കത്തുക, കത്തി 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 കത്തി. അവരെ എമ്മൗസിലേക്ക്, ആ പട്ടണത്തിലോട്ട് കയറാൻ നേരത്തെ കർത്താവ് നേരെ പോകുമെന്ന് ഭാവിച്ചു. അവർ കർത്താവെന്ന് അറിയത്തില്ല. അവർ പറഞ്ഞു, കം കം കം, ഞങ്ങളിവിടെ താമസിക്കേ. എന്തിനാ താമസിക്കാൻ വിളിച്ചത്? ബാക്കിയൂടെ കേൾക്കണം. അതാ തിരുവെഴുത്തിൻ്റെ ശക്തി. അത് എഴുതിയ പശ്ചാത്തലത്തിൽ പൊരുൾ തിരിക്കുകയാണെങ്കിൽ എത്ര കേട്ടാലും ആളുകൾ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. അത് തിരുവെഴുത്തിൻ്റെ ക്യാച്ചിങ് പവറാണ്, പിടിച്ചിരുത്തിക്കളി. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അത് ബേസിക്കലി ഒരു ഗ്രീക്ക് അപ്രോച്ചാണ്. നിങ്ങൾ അതിനെപ്പറ്റി എന്ത് മനസ്സിലാക്കുന്നു? അയാൾ പറഞ്ഞതിനെപ്പറ്റി വേറൊരാൾ എന്ത് മനസ്സിലാക്കുന്നു? വേറൊരാൾ എന്ത് മനസ്സിലാക്കുന്നു? ഇങ്ങനെ പറഞ്ഞ് നമ്മളും തിരുവെഴുത്തുകളും തമ്മിൽ ഒരുപാട് മൈൽ ദൂരമെത്തി. വൈ ഐ ടീച്ച് ഡിഫറൻ്റ്ലി, ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം തീർന്നില്ലേ? ഇപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു പറഞ്ഞു. സോൾട്ട് ഓഫ് ദി എർത്ത്. നമ്മളെടുത്തിട്ട് ഉപ്പിൻ്റെ ഗുണഗുണങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അത് രുചി നൽകുന്നു, അത് ഭക്ഷണ സാധനത്തിനെ കേടാതെ സൂക്ഷിക്കുന്നു, എല്ലാം പറയും. കർത്താവ് നിങ്ങളെ അടുക്കളയിലെ ഉപ്പാന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല.
കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നതാണ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് എവിടെ നിന്ന് ഇത് പറഞ്ഞത്? 2, ഇത് ആരോടാ പറഞ്ഞത്? 3, ഇത് എന്തിനെ പറ്റിയാ പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ ഉദ്ദേശിച്ചെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉപ്പിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പോകും. ഇതൊന്നും അല്ല താനും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് നടന്ന് ഏതാണ്ട് ഇസ്രായേൽ ദേശത്തിന്റെ തെക്കേ അറ്റത്തോളം എത്തി, തെക്ക് കിഴക്കോളം എത്തി. ആ ജുഡിയൻ ഡെസേർട്ടിന്റെ അടുത്തോളം എത്തി. അവിടുന്ന് നേരെ മുമ്പിൽ കാണുന്നത് ചാവുകടല. ഈ ചാവുകടലിൽ നിന്ന് കോരിയെടുക്കുന്ന ഭയങ്കര ഉപ്പുള്ള മണ്ണുണ്ട്. ശരിക്കും അത് ഉപ്പെന്നല്ല പറയണ്ടേ, അത് കാരമാണ്. അതിന് വല്ലാത്ത ഒരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. ഇതാളുകൾ കോരി എല്ലാ വീടിൻ്റെ അടുത്ത് കുറച്ച് കാണും. നമ്മുടെ ഇപ്പോഴത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റീസുള്ള കാലമല്ല അന്ന്. ആളുകൾ ടോയ്ലറ്റിന് വേണ്ടി പുറത്താണ് പോകുന്നത്. പോകുമ്പോൾ എന്തെന്നറിയാമോ? അവർ കുഴി കുടിച്ചിട്ട് അതിൻ്റെ പ്രത്യേക പാര ഉണ്ടായിരിക്കും എല്ലാ വീട്ടിലും. കാര്യം കഴിഞ്ഞിട്ട് ഇതുകൊണ്ടത് മൂടണം. മൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒന്ന്, ജേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല ഒരു കാരണവശാലും. എല്ലാ ജേംസും അവിടെ കിൽഡാവും. അപ്പം ലാൻഡ് അഴുക്കാകത്തില്ല, ദേശത്ത് ദുർഗന്ധം ഉണ്ടാകത്തില്ല, തെറ്റായ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യത്തില്ല, നശിപ്പിക്കേണ്ട കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അതാണ് നിങ്ങൾ ശിഷ്യന്മാർ. നിങ്ങൾ കാരണം തെറ്റായ പ്രവണതകൾ ലോകത്തുണ്ടാകത്തില്ല. 2, നല്ല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എവിടുത്തെ ഉപ്പല്ല? അടുക്കളയുടെ ഉപ്പല്ല. അപ്പോൾ നമുക്ക് സംഭവിച്ചത് എന്താ? നമ്മൾ ആരോടാ പറഞ്ഞത്? എവിടെ വെച്ചാ പറഞ്ഞത്? എന്തിനെ നോക്കിയാ പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? ഇത്ര നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ പോയി പഠിക്കുമ്പോൾ ഇതാ അർത്ഥം. കോണ്ടെക്സ്റ്റിൽ പോകാതിരുന്നാലോ നമുക്ക് എന്ത് തോന്നുന്നു അതെല്ലാം അർത്ഥമാണ്. എന്തോന്നപ്പം ഇറച്ചിക്ക് എങ്ങനെ ഉപ്പ് ചേർക്കേണ്ടത്, മീനിന് എങ്ങനെ ഉപ്പ് ചേർക്കേണ്ടത്, വെജിറ്റബിൾസ് കഴിയുമ്പോൾ ആദ്യം ഉപ്പ് ചേർക്കണോ, രണ്ടാം ഉപ്പ് ചേർക്കണോ, സാമ്പാറിന് ഉപ്പ് ചേർത്തിട്ടാണോ കറി വെക്കാൻ തുടങ്ങേണ്ടത്, അതോ ഇറക്കുമ്പോഴാണോ ഉപ്പ് ചേർക്കേണ്ടത്? ഇങ്ങനെ നമ്മുടെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പോവുക. തിരുവഴുത്തുമായിട്ട് ഇതിന് വല്ലതും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ഇനിയും ചില നോളജ് അപകടകരമെന്നല്ല പറയേണ്ടത്, നമ്മളെ വേറൊരു ഡയറക്ഷനിൽ എത്തിക്കുന്നു. എൻറ്റയർലി ഡിഫറെൻ്റായി വേറെ ഡയറക്ഷനിൽ എത്തിക്കുന്നു. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ആളുടെ ക്രിസ്ത്യാനി ലോകത്തുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, ഇത് യോഖനാൻ എന്ന് പറഞ്ഞാൽ യാഹ്വ ഹാസ് ഗിവൺ us ഹിസ് ഗ്രേസ് എന്നാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു. അതാ വേർഡിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളതിനെ ജോൺ ആക്കി. ജോൺ എന്ന വേർഡിന് വല്ല അർത്ഥമുണ്ടോ? ജോൺ എന്ന വേർഡിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. അപ്പം മീനിങ് ഫുള്ളായിട്ട് നമുക്ക് തന്നിരിക്കുന്ന തിരുവഴുത്തിലെ വാക്കുകൾ. ഇനി ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഡോക്ടർ മാം അടുത്ത ദിവസം കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ, നെയിംസ്, ഇത് മുഴുവൻ മീനിങ്ലെസ് ആക്കി കളഞ്ഞു നമ്മളിങ്ങോട്ട് മാറ്റി എഴുതിയപ്പം. യോഹന്നാൻ തൻ്റെ പുസ്തകത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരു ക്രിസ്ത്യാനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ മോഡേൺ
തിയോളജിയുടെ, വേദശാസ്ത്രത്തിൻ്റെ, ഈ ക്രിസ്റ്റോളജി എന്നൊക്കെ പറയും. അതിൻ്റെ ബേസിസ് തന്നെ ഇതാണ്. നമുക്ക് ആ ബേസിലാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് തിങ്, നമ്മൾ ക്വസ്റ്റ്യൻ വല്ല വരുമെന്ന് ചോദിച്ചോണേ, കൈ ഉയർത്തിക്കോണേ. ദ ഫസ്റ്റ് തിങ്, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ പോകുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ ആദ്യം നമ്മളോട് ഓഫ് ചെയ്യാൻ നമ്മുടെ മനസ്സ് തന്നെ പറയുന്നൊരു സാധനം കോമൺ സെൻസാണ്. കോമൺ സെൻസ് ഓഫ് ചെയ്യണം. ദൈവവചനത്തെ ചോദ്യം ചെയ്യരുത്. ദൈവത്തെ ചോദ്യം ചെയ്യരുത്, മറുത്ത് പറയരുത്. മനസ്സിലായി? നമ്മുടെ പാട്ടുണ്ടല്ലോ, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ. അപ്പൊ ചോദ്യം ചെയ്തില്ല. ബൈബിളിലെ ദൈവം അങ്ങനെയാണോ? ബൈബിളിന്റെ ദൈവം ആസ്ക് മീ, എന്നോട് ചോദിക്ക്, നമുക്ക് തമ്മിൽ വാദിക്കാം. ലെറ്റ്സ് ഹാവ് എൻ ആർഗ്യുമെന്റ് എന്ന്, ലെറ്റ്സ് ഹാവ് എ ഡിസ്പ്യൂട്ട്, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന്. പക്ഷെ നമ്മൾ ആളോട് എന്താ പറയുന്നത്? ചോദ്യം ചെയ്യരുത്. ഞാൻ പറയുന്ന മുഴുവൻ ദൈവത്തിൻ്റെ വാക്ക്, ദൈവവചനമാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് കേട്ട് അതുപോലെ കൊണ്ടുപോയിക്കോണമെന്നാണ് പറയുന്നത്. നമ്മൾ ആളോട് പറയുന്നത് അല്ലേ? അങ്ങനെ അല്ല വചനം. ചോദ്യം ചെയ്യാനാണ്. അപ്പം നമുക്ക് ഈ വചനം എടുത്തിട്ട് നമുക്കൊന്ന് ചോദ്യം, ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദി വേർഡ്. ഏത് വേർഡ് ഉണ്ടായിരുന്ന, അല്ലെ ഏത് വാക്കുണ്ടായിരുന്ന? മനുഷ്യൻ പറയുന്ന ഒരുപാട് വാക്കുകൾ നമുക്കറിയാമല്ലേ. ഇതിൽ ഏത് വേർഡ് ആദ്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്നത്? ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അത് ഗ്രീക്കിൽ ഇൻ ദ ബിഗിനിങ് വാസ് ദി ലോഗോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആരുണ്ടായിരുന്നു? ലോഗോസ് ഉണ്ടായിരുന്നു. അതെന്തൊന്നും ചോദിക്കാൻ പാടില്ല. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് ഈ ഹെറോക്ലൈറ്റസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വെസ്റ്റേൺ ടർക്കിയിലുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇയാൾ എന്തോ കണ്ടാലും ലോ ഗോസ്, ഇതെന്തവാ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ചാണ് ഇയാൾ ഫാദർ ഓഫ് മോഡേൺ സയൻസസ് ആയത്. അതിൽ നിന്നാണ് ഈ സയന്റിഫിക് എൻക്വയറി ഉണ്ടാകുന്നത്, ശാസ്ത്രബോധം ഉണ്ടാകുന്നത്. ചോദിച്ച അപ്പോൾ ലോഗോസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്തുവാ? ഇതെന്തവാ? നമ്മൾ പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് താൻ സ്വർഗത്തിലായിരുന്നു. തൻ്റെ പേരെന്തുവായിരുന്നു? ലോഗോസ്. അത് ശരി. മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് എങ്ങനെ വരണം? ഇതെന്തവാ? പിതാവിൽ നിന്നിൽ ആദിയിൽ ഒരാളുണ്ടായിരുന്നു. ആളുടെ പേര് ഇതെന്തവ എന്നാണ്. ഇതെന്തവ. നമുക്ക് വീണ്ടും നമ്മൾ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന പുള്ളിയുണ്ടല്ലോ, കോമൺ സെൻസ്, ആ പുള്ളിയെ വിളിക്കാം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിന് നിങ്ങൾ ഇതെന്തോന്ന് പേരിടുമോ? നിങ്ങളുടെ കുഞ്ഞിന് ഇതെന്തോന്ന് പേരിടുമോ? അപ്പോൾ അത് നമ്മളല്ലോ. ദൈവത്തിന് എന്ത് കാര്യം കുഴപ്പമില്ലല്ലോ. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, പിതാവേ, അങ്ങയുടെ പുത്രന് എന്ത് വിളിച്ചാൽ മതിയോ? പിതാവ് പറയാൻ പറ്റത്തില്ല, നടക്കത്തില്ല. എൻ്റെ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി വരാൻ നേരത്ത് തൻ്റെ ഭൂമിയിലെ പിതാവായി അറിയപ്പെടുന്ന യോസഫിനോട് ഞാൻ പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കതുകൊണ്ട് നീ അവന് യഹോശുവ എന്ന് പേരിടണം. അത് ശരി. അല്ല ഷാജിയെന്നും ഷിബുവെന്നും ബിജുവെന്നും ഒന്നും പിടിച്ച പറ്റത്തില്ല. നമുക്ക് തോന്നുമല്ലെങ്കിൽ പേരിടുകയല്ലയോ? പറ്റത്തില്ല. ഇന്ന പേരേ പറ്റത്തുള്ളൂ എന്ന് നിഷ്കർഷിച്ച പിതാവ് സ്വർഗത്തിൽ തൻ്റെ മകന് എന്ത് പേരിട്ട് വിളിച്ചാൽ മതിയോ എന്ന് തീരുമാനിക്കുമോ? സ്വർഗത്തിൽ തൻ്റെ മകന് എന്ത് പേരുമിട്ട് വിളിച്ചാൽ മതി എന്ന് ചിന്തിക്കുമോ? അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ കോമൺ സെൻസിനെ ക്യാൻസൽ ചെയ്യണ്ടായോ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഗലീലിലെ അപ്പർ ഗാലിലിയിൽ ജനിച്ചു വളർന്ന യഹൂദനായ യോഹന്നാൻ, മാതൃഭാഷ എന്തായിരുന്നു? നല്ല ഒന്നാന്തരം ഹീബ്രു ഭാഷ. ആ ഹീബ്രു ഭാഷയിലാണ്
യോഹന്നാന്റെ ലേഖനം എഴുതിയെന്ന്, ഒറിജിനൽ എഴുതിയെന്ന്, ഇത് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ട് ആളുകൾക്ക് മനസ്സിലാകാതിരുന്നപ്പോൾ 1870 ആരംഭിച്ച ബിബ്ലിക്കൽ ആർക്കിയോളജി എവിഡൻസുമായിട്ട് വന്നു. എന്ത് എവിഡൻസുമായിട്ട് വന്നു? അല്ല, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് വിശുദ്ധ എബ്രായ ഭാഷയിലാണ്. ആ വിശുദ്ധ എബ്രായ ഭാഷയിൽ ഇങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടൈം റൺ ഔട്ടായി. അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് നമ്മളിപ്പോൾ മുൾമനെ നിർത്തിയിരിക്കുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് ബാക്കി ഞാൻ നമുക്ക് പറയാം. കാര്യം നമ്മളിങ്ങനെ ഓഡിയൻസിന് വിടുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് മീ. യു ഗോട്ട് ആസ്ക് മീ എനിത്തിങ് നൗ? ഈ ഹീബ്രു പഠിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു വിഷയമാണോ അത്? കാരണം നമ്മൾ ഒന്ന് രണ്ട് വാക്കുകൾ തന്നെ നമ്മൾ ഹീബ്രു കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. അതിന്റെ ഇത് ഒരു കോമൺ മാനിന് അത് റീച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹീബ്രു പഠിക്കുന്നത്. അതിന്റെ സ്കോളേഴ്സിന് ഇന്റർപ്രറ്റ് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് സാധാരണക്കാർക്ക് തോന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാറ്ററാണ്. ഈസി ആയിട്ട് ഹീബ്രു പഠിക്കണ്ട. ഹീബ്രുവിൽ വേദപുസ്തകം മനസ്സിലാക്കിക്കാനും ഹീബ്രു പഠിക്കണ്ട. അപ്പം നമ്മൾ ഇനി ഒരു സിറ്റിംഗ് ഇരിക്കുക. നമുക്ക് ഈ നമ്മൾ തീർക്കാതെ വന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, അതും ചോദിച്ച് ഈ ക്വസ്റ്റ്യൻ അടുത്ത സെഷനിൽ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.